ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് SLCയുടെ പുതിയ അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് ആ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ഇതിന്റെ 3ാമത്തെ വീഡിയോ ആണ്. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Write in ascending order the sequence of natural number with the last digit 1 or 6. Describe the sequence in 2 other ways. അതായത് നമ്മൾ അസെൻഡിങ് ഓർഡർ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള നാച്ചുറൽ നമ്പറിന്റെ സീക്വൻസ് എഴുതണം. ആ സീക്വൻസ് എഴുതുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 6 ആയിരിക്കണം. അപ്പൊ നമുക്ക് ഒന്നാമത്തെ സീക്വൻസ് നാച്ചുറൽ നമ്പർ എഴുതിയാണ്. ഒന്നാമത്തെ നമ്പർ 1, പിന്നെയുള്ളത് 2, 3, 4, 5. അതൊന്നും എന്തിലാണ്? 1ലോ 6ലോ അല്ല അവസാനിക്കുന്നത്. അടുത്ത എന്ത് വരും? 6 വരും. അടുത്ത എന്ത് വരാം? അടുത്ത 6 കഴിഞ്ഞിട്ട് പിന്നെ 1ൽ അവസാനിക്കുന്ന നമ്പർ ഉള്ളത് 11, പിന്നെ 6ൽ അവസാനിക്കുന്ന സംഖ്യ ഉള്ളത് 16, എക്സെട്ര. ഇങ്ങനെ പോകും. ഇതാണ് നമ്മുടെ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6 എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. ഈ സീക്വൻസിനെ വേറെ രണ്ട് രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ ഈ നമ്പറുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഈ നമ്പറുകളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. ഈ നമ്പറുകളെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടും. കാരണം i 2 10, 11 എന്ന് പറയും 1 റിമൈൻഡർ, 1 5 5, 6 എന്ന് പറയും 1 റിമൈൻഡർ, 16 എന്ന് പറയുമ്പോൾ 15 + 1, 15 എന്ന് പറയുന്ന 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 1 റിമൈൻഡർ വരും. അപ്പൊ ഇത് നമുക്ക് വേറെ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് sequence of natural numbers leaves remainder 1 on division by 5. അതായത് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 തരുന്ന നാച്ചുറൽ നമ്പറുകളുടെ സീക്വൻസ് ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ പറയാവുന്ന രണ്ടാമത് എഴുതാൻ പോകുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അടുത്തതായി പഠിക്കുന്ന കോൺസെപ്റ്റ് വെച്ചിട്ടുള്ളതാണ്. എങ്കിലും നമുക്ക് ഇങ്ങനെ എഴുതാം: അരിത്തമെറ്റിക് സീക്വൻസ് with first term 1 and common difference 5. ഇത് നമ്മൾ ഈ രണ്ടാമത് എഴുതിയിരിക്കുന്നത് നമ്മൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. ഇതല്ല നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ല, വേറെ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനെ വേറെ രീതിയിൽ എഴുതാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ജനറൽ ഫോർമുല. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ജനറൽ ഫോർമുല 5n plus 1. General formula 5n plus 1, where n is equal to 0, 1, 2, 3, etc. അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിത്ത് ജനറൽ ഫോർമുല 5n plus 1. എന്നിന് എന്തൊക്കെ വാല്യൂ 0, 1, 2, 3 വരാം. അപ്പൊ എന്നിന് 0 കൊടുത്താൽ 5n plus 1 എന്ന് പറയുന്നത് വരും 5 × 0 plus 1 equal to 1. എന്നിന് 1 കൊടുത്താൽ 5n plus 1 എന്ന് പറയുന്നത് 5 × 1 plus 1, that is 5 plus 1 equal to 6. അപ്പൊ എന്നിന് 2 കൊടുത്താൽ എന്ത് കിട്ടും? 11 കിട്ടും. അതായത് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നമുക്ക് എന്ത് ജനറൽ ഫോർമുല എഴുതാൻ പറ്റുന്നു? 5n plus 1 ജനറൽ ഫോർമുല എഴുതാൻ പറ്റുന്നു. എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0, 1, 2, 3, 1, 2, 3, എക്സെട്ര ആയിരിക്കും. നമ്മൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ സീക്വൻസിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ഇങ്ങനെ സീക്വൻസുകളെ കണ്ടു. ഇനി നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു സീക്വൻസ് എഴുതുവാണ്. സീക്വൻസ് സ്റ്റാർട്ട് ഫ്രം 2 and successively add 2. Start from 2 and successively add 2. അതായത് 2ൽ ആരംഭിക്കുന്നു, 2 വീതം കൂട്ടി പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2, 4, 6, 8, എക്സെട്ര. 2നോട് 2 കൂട്ടിയാൽ 4 കിട്ടും, 4നോട് 2 കൂട്ടിയാൽ 6 കിട്ടും, 6നോട് 2 കൂട്ടിയാൽ 8 കിട്ടും. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് വേറൊരു സീക്വൻസ് ആലോചിച്ച് നോക്കാം. സ്റ്റാർട്ട് ഫ്രം 100 and successively add -5. സോ അതായത് 100ൽ ആരംഭിക്കുന്നു, -5 വീതം കൂട്ടുന്നു. 100ൽ ആരംഭിക്കുന്നു, -5 കൂട്ടുന്നു. -5 കൂട്ടുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 5 കുറയ്ക്കുന്നു. 100ൽ നിന്ന് 5 കുറച്ചാൽ 95,
95 നിന്ന് 5 കുറച്ചാൽ 90, 90 നിന്ന് 5 കുറച്ചാൽ 85, എക്സെട്ര. ഓക്കെ, ക്ലിയർ? വേറൊരു സീക്വൻസ് ആലോചിച്ച് നോക്കി. സ്റ്റാർട്ട് ഫ്രം 1/2, start from 1/2 and successively add 1/2, successively add 1/2. 1/2 ആരംഭിച്ച് 1/2 കൂട്ടി പോകുന്നു. 1/2, then 1/2 കൂടെ 1/2 കൂട്ടി എത്ര കിട്ടും? 1/2 plus 1/2, ഡിനോമിനേറ്റർ സെയിം, 1 plus 1 2/2 equal to 1. then അടുത്തത് 1 കൂടി 1/2 കൂട്ടുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2 plus 1, that is 3/2. വീണ്ടും 1/2 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. സോ നമ്മളിപ്പോൾ ഈ സീക്വൻസുകളെല്ലാം നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നമ്പറിൽ ആരംഭിക്കുന്നു, ഏതോ ഒരു നമ്പറിൽ ആരംഭിക്കുന്നു, ആ നമ്പറിനോട് കൂടി ഒരു നമ്പർ ആഡ് ചെയ്യുമ്പോൾ അടുത്ത നമ്പർ കിട്ടുന്നു. അപ്പൊ ഈ 2 കൂടി 2 കൂട്ടിയാൽ 4 കിട്ടുന്നു, 4 കൂടി 2 കൂട്ടിയാൽ 2 കിട്ടുന്നു, 2 കൂട്ടിയാൽ 6 കിട്ടുന്നു. സോ അങ്ങനെയാണ് ഒരു നമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ഒരു നമ്പറിനോട് കൂടി ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു നമ്പർ കൂട്ടി എന്ത് ചെയ്യണം? അടുത്ത ടേമുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. സോ ഇങ്ങനെ വരുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക്. അരിത്തമെറ്റിക് മീൻസ് ആഡ് ചെയ്യുന്നു. സോ എന്ത് പറയാനായിട്ട് പറ്റും? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ, ഒരു നമ്പറിൽ ആരംഭിക്കുന്നതും ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് വൺ നമ്പർ എഗൻ ആൻഡ് എഗൻ. അതായത് വീണ്ടും നമ്മൾ ഒരേ നമ്പർ തന്നെ ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് എ നമ്പർ ആൻഡ് പ്രൊസീഡിംഗ് ബൈ ആഡിങ് വൺ നമ്പർ എഗൻ ആൻഡ് എഗൻ ഈസ് കോൾഡ് അരിത്തമെറ്റിക് സീക്വൻസ്. സോ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണത്തിലുള്ള സീക്വൻസ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, എ സീക്വൻസ് സ്റ്റാർട്ടിംഗ് വിത്ത് 3, നമ്മൾ ഇതിനോട് 2 വീതം കൂട്ടുന്നു. 3 2 കൂട്ടിയാൽ 5 കിട്ടും, 5 2 കൂട്ടിയാൽ 7 കിട്ടും, 7 2 കൂട്ടിയാൽ 9 കിട്ടും, സോ ഓൺ. ഇങ്ങനെ നമ്മൾ പോകുന്നു. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ സീക്വൻസിലെ ഓരോ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ടേം ഓഫ് ദ സീക്വൻസ്. ഓരോ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ടേം. ഫോർ എക്സാമ്പിൾ, 3 നമുക്ക് വിളിക്കാം ഫസ്റ്റ് ടേം, 5 നമുക്ക് ഈ സീക്വൻസിൽ വിളിക്കാം സെക്കൻഡ് ടേം, 5 ഈ സീക്വൻസിൽ വിളിക്കാം സെക്കൻഡ് ടേം, 7 ഈ സീക്വൻസിൽ വിളിക്കാം തേർഡ് ടേം, 7 ഈ സീക്വൻസിൽ വിളിക്കാം തേർഡ് ടേം, 9 ഈ സീക്വൻസിൽ വിളിക്കാം ഫോർത്ത് ടേം ആൻഡ് സോ ഓൺ, ഫോർത്ത് ടേം. ദെൻ അങ്ങനെയാണ് എങ്കിൽ 3 കൂടി നമ്മളിവിടെ നോക്കുമ്പോൾ 3 കൂടി 2 കൂട്ടിയാൽ 5 കിട്ടും, 5 കൂടി 2 കൂട്ടിയാൽ 7 കിട്ടും, 7 കൂടി 2 കൂട്ടിയാൽ 9 കിട്ടും. അതായത് ഒരു ടേമിനോട് കൂടി ഒരു ഫിക്സ്ഡ് നമ്പർ കൂട്ടുമ്പോഴാണ് അടുത്ത ടേം കിട്ടുന്നത്. അങ്ങനെ കൂട്ടുന്ന ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഫറൻസ് കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നു. നമ്മൾ കോമൺ ഡിഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ഡി എന്ന് പറയുന്നത്. സോ എങ്ങനെ നമുക്ക് ഈ ഒരു സീക്വൻസിൽ കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കാം? അതായത് 4ാമത്തെ ടേമിൽ നിന്ന് 3ാമത്തെ ടേം കുറച്ചാൽ, അല്ലെങ്കിൽ 3ാമത്തെ ടേമിൽ നിന്ന് 2ാമത്തെ ടേം കുറച്ചാൽ, അല്ലെങ്കിൽ 2ാമത്തെ ടേമിൽ നിന്ന് 1ാമത്തെ ടേം കുറച്ചാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് സെയിം ആയിരിക്കും. ആ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. സോ നമുക്ക് കോമൺ ഡിഫറൻസിനെ എന്തെന്ന് വിളിക്കാം? നമ്പർ. കോമൺ ഡിഫറൻസ് ഈസ് നമ്പർ ഗോഡ് ബൈ സബ്സ്ട്രാക്ടിങ്, the previous term, number got by subtracting previous term from any term. ഏതെങ്കിലും ഒരു ടേമിനെ അതിന് തൊട്ടു മുമ്പുള്ള ടേമിൽ നിന്ന് കുറയ്ക്കും. അതായത് ഏതെങ്കിലും ഒരു ടേമിനെ അതിന് തൊട്ടു മുമ്പുള്ള ടേമിൽ നിന്ന് കുറയ്ക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ടേം ഉണ്ടെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ടേമിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ് അഥവാ ഡി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് ഒരു നമ്പറിൽ ആരംഭിക്കുകയും അതിനുശേഷം അതോടുകൂടി ഒരു ഫിക്സ്ഡ് നമ്പർ ആഡ് ചെയ്ത് സബ്സിക്വന്റ് ടേമുകൾ കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന സീക്വൻസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഒരു ടേമിൽ നിന്ന് അതിന് തൊട്ടു മുമ്പുള്ള ടേം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസ് ആണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ സംബന്ധിച്ചിടത്തോളം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം 5, 15, 25, 35 എന്ന് പറയുന്ന ഒരു സീക്വൻസ് എഴുതി കഴിഞ്ഞാൽ ഈ സീക്വൻസിനെ സംബന്ധിച്ചോളം 5 എന്ന് പറയുന്നത് ആദ്യത്തെ ടേം, 15 എന്ന് പറയുന്നത് 2ാമത്തെ ടേം, 25 എന്ന് പറയുന്ന 3ാമത്തെ ടേം,
35 എന്ന് പറയും നാലാമത്തെ ടേം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ച് 15 മൈനസ് 5 10. മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറച്ച് 25 മൈനസ് 15 10. നാലാമത്തെ ടേമിൽ നിന്ന് മൂന്നാമത്തെ ടേം കുറച്ച് 35 മൈനസ് 15 10. ഈ ഡിഫറൻസുകൾ എപ്പോഴും സെയിം ആയിരിക്കും. ഇൻ കേസ് ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം അല്ലാതെയാണ് നമുക്കൊരു സീക്വൻസ് കിട്ടുന്നത് എങ്കിൽ ആ സീക്വൻസിനെ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാനായിട്ട് പറ്റില്ല. ഉദാഹരണം 7, 14, 21, 29, 35 എക്സെട്ര എന്ന് പറഞ്ഞൊരു സീക്വൻസ് എഴുതിയാൽ ഇവിടെ നമ്മൾ നോക്കിയേ 14 നിന്ന് 7 കുറച്ചാൽ 7 കിട്ടും, 21 നിന്ന് 14 കുറച്ചാൽ 7 കിട്ടും, ബട്ട് 29 നിന്ന് 21 കുറച്ചാൽ 8 കിട്ടും. അതായത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം അല്ല. അതുകൊണ്ട് ഈ തന്നിരിക്കുന്ന ഒരു സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത എന്താ? ഒരു സ്റ്റാർട്ടിംഗ് ഫ്രം എ ടേം, ഒരു ടേമിൽ ആരംഭിക്കുന്നു, അതിനുശേഷം ഒരു ഫിക്സ്ഡ് നമ്പർ കൂട്ടി പോകുമ്പോൾ ആ ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ടേമും അതിന് തൊട്ട് മുമ്പുള്ള ടേമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം, ഡിഫറൻസ് കോമൺ ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ ഡിഫറൻസിനെ എന്താന്ന് വിളിച്ചത്? കോമൺ ഡിഫറൻസ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് ഡെഫിനേഷൻ എന്താണ്, എങ്ങനെയാണ് ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാവും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.